രാധാറാണിയുടെ സ്നേഹത്തെ ഒന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഭഗവാൻ വേഷം മാറി ചെന്ന കഥ. കിങ്ങിണിയും തളകളും ഒക്കെ ഇട്ട് നീണ്ടുരുണ്ട കേശഭാരം ഒക്കെ മെടഞ്ഞിട്ടുകൊണ്ട് ഒരു സുന്ദരിയായിട്ടുള്ള ഗോപികയുടെ വേഷത്തിലാണ് ഭഗവാൻ രാധാറാണിയെ കളിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നത്. രാധാറാണി ഈ സുന്ദരിയെ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കാലൊക്കെ കഴിയിച്ച് അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അവിടുന്ന് ആരാണ്? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താണെന്നറിയില്ല, അവിടുത്തെ കാണുമ്പോൾ പൂർവ്വജന്മത്തിൽ എന്തോ ബന്ധമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞ് രാധാറാണി ഇങ്ങനെ ആ ഗോപികയായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അവര് ഒരു ദിവസം കഴിഞ്ഞു കൂട്ടി. അത് കഴിഞ്ഞ് ഈ സന്ധ്യ ആയപ്പോൾ പറഞ്ഞു, എൻ്റെ വീട് കുറച്ച് അകലെയാണ്, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോയിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ രാധാറാണിക്ക് ഭയങ്കര സങ്കടം. രാധാറാണിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ സുന്ദരി പറയാണ്, വിഷമിക്കണ്ട, ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കോളാം, സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ രാധാറാണിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കളകൃഷ്ണൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിറ്റേ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖത്തൊരു വിഷാദഭാവം ഒക്കെ കാട്ടി അഭിനയിക്കുകയാണ് ആ ഗോപദേവത. അപ്പൊ രാധാറാണി കാര്യം അന്വേഷിച്ചു, എന്ത് പറ്റി, എന്താണ് മുഖത്തൊരു ഗോപദേവത പറയാണ്, ഞാൻ വരുന്ന വഴിക്ക് നന്ദഗോപന്റെ പുത്രൻ എന്നെ തടഞ്ഞു വെച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തൈരിന് ചുങ്കം വേണമെന്ന് നിർബന്ധിച്ചു. വിസമ്മതിച്ചപ്പോൾ കുടം ഉടച്ചു കളയുകയും ചെയ്തു, ബാക്കി ഉണ്ടായിരുന്നത് കുടിക്കുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ ഉത്തരീയത്തിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. അന്തജനെയാണോ ദേവി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ച് വളരെ മോശമായിട്ട് രാധാറാണിയോട് പറഞ്ഞു കൊടുക്കുക. രാധാറാണി ഒരു നിമിഷം നിശബ്ദയായിട്ട് നിന്നിട്ട് പറയാണ്, അവിടുന്ന് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ശുഗനും കപിലനും അങ്കിരസം പോലെയുള്ളവരൊക്കെ ആരെ നേടുവാനായിട്ടാണോ തപസ് ചെയ്യുന്നത്? ആ ഭഗവാനെ കുറിച്ചാണ് ഇങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് രാധാറാണി പിന്നീട് അങ്ങോട്ട് ഭഗവാനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന് പോലും ലജ്ജ തോന്നുന്ന രീതിയിൽ ഭഗവാനെ കുറിച്ച് വാഴ്ത്തി പറയുകയാണ് രാധാറാണി. എന്നിട്ട് ആ ഗോപദേവത രാധാറാണിയെ വെല്ലുവിളിക്കുകയാണ്, ആ കൃഷ്ണൻ ഭക്തദാസനാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിക്ക്, അത്രയ്ക്ക് ഭക്തദാസനാണെങ്കിൽ ഇവിടെ ഇപ്പൊ വരട്ടെ. ആ രാധാറാണി രണ്ട് കൈകളും കുപ്പി കണ്ണടച്ചൊന്നുകൊണ്ട് ഭഗവാനെ സ്മരിക്കുകയാണ്. വളരെ പ്രേമത്തോടെ വിളിക്കുകയാണ്, കൃഷ്ണ എന്ന് വിളിക്കുകയാണ്. ഭഗവാന് വരാതിരിക്കാൻ കഴിയുമോ? അങ്ങനെ കണ്ണടച്ചു നിന്ന സമയത്ത് ഭഗവാന് മനസ്സലിവ് തോന്നി. അങ്ങനെ ആ ഗോപദേവതയുടെ ആ വേഷമൊക്കെ രചിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ രൂപത്തില് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കണ്ണം പറയാ, ഞാൻ വരുന്നത് കണ്ട് ഇവിടെ നിന്നിരുന്ന ആ സ്ത്രീ ഏതാണ്? ആ സ്ത്രീ ഓടിപ്പോയി. അവള് വല്ല യക്ഷിയോ കിന്നരിയോ ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ കണ്ടപ്പോഴേ ഓടിപ്പോയി കളഞ്ഞത്. അങ്ങനെയുള്ളവർ പറയുന്നതൊന്നും കേട്ട് വിശ്വസിക്കരുത് കേട്ടോ എന്ന്. ഭഗവാന്റെ തന്നെ ആത്മസ്വരൂപമാണ്, പ്രേമസ്വരൂപമാണ് രാധ. ആ ദേവി രാധയെ പോലും പരീക്ഷിക്കാൻ മടി കാണിക്കാത്ത ആ ഭഗവാനാണോ നമ്മളെ പരീക്ഷിക്കാൻ പാട്? നമ്മുടെ സ്നേഹത്തെയും ഭഗവാൻ എപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് നമുക്കിതൊരു പാഠമാണ്. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവം ശ്രീ രാധാകൃഷ്ണയേതി സമർപ്പയാമി.